ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നല്ല ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന അടിപൊളി സാൻഡ്വിച്ച് റെസിപ്പിയാണ്. അപ്പോൾ മിക്കവാറും എൻ്റെ സൺഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. എൻ്റെ കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ നല്ല ഇഷ്ടമാണ് ഈ ഒരു സാൻഡ്വിച്ച്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം. ഉപ്പ് അധികമാവാതെ നോക്കണം കേട്ടോ, കാരണം നമുക്കിതിന് മുകളിലായിട്ട് മയോണൈസൊക്കെ വരാനുള്ളതാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഒരുപാട് കൂടല്ല, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ അതും ചേർത്തിട്ട് ചെറുതായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം വേവാതെ നോക്കണം കേട്ടോ, ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് മയോണൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കെച്ചപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കെച്ചപ്പ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കെച്ചപ്പ് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് തേച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു ബ്രെഡ് പാനിലോട്ട് വെച്ചെടുത്ത ശേഷം ബുൾസൈ നേരത്തെ റെഡിയാക്കിയത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് അധികം വെന്തുപോയി, ഇത്ര വേവണ്ട കേട്ടോ മുട്ട. സമയത്ത് ഇതിന് മുകളിലായിട്ട് ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ചീസ് ചേർക്കുന്നില്ല. ഇതുപോലെ തന്നെ കുറച്ച് സോസ് കൂടി ഇതിന് മുകളിൽ വെച്ച ശേഷം ഇനിയൊരു ബ്രെഡ് വെച്ചിട്ട് ഇത് കവർ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ സാൻഡ്വിച്ച് മേക്കർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നല്ലോണം അതുപോലെ തന്നെ മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടൊരു ട്രിക്ക് പറയാം. ഇതിന് മുകളിലായിട്ട് ഒരു ചെറിയ അടുപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം മുകളിൽ വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ നല്ല മുരിഞ്ഞ് വന്നോളും. ചെയ്യുമ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ സാൻഡ്വിച്ച് നന്നായിട്ട് അടിവശം മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ചിട്ടിട്ട് ഒന്ന് കൂടി അതൊന്ന് മൊരിച്ചെടുത്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ചാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.